35 വർഷത്തോളം ഈ അറബിൻ്റെ അടുത്ത്. ഇപ്പോൾ എത്ര ശമ്പളം എന്നറിയോ? 1000 ദിർഹം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി, ദുബൈ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈന് എല്ലാം ബന്ധിപ്പിക്കണ ഒരു എന്താ പറയുക കടലോരത്താണ്, ഒരു കനാലിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സംഭവം വെച്ചാൽ ഇവിടെ വെച്ചാൽ റഹബ അൽ റഹബ ഏരിയ ആണ് കേട്ടോ. റഹബൻ്റെ ഏരിയയാണ്. വണ്ടി ചാട്ടക്കാൻ പറഞ്ഞ് ഒരു ലൊക്കേഷൻ ഇട്ടാണ് വിട്ടുവിടുന്ന് പറഞ്ഞു. അങ്ങനെ ചെറുക്കന്മാരൊക്കെ കൂടി നേരെ വന്നതാണ്. ഒരു എന്താ പറയുക ഫാമിലിപ്പെട്ടൊരു വീടുണ്ട് ബീച്ചിനോട് ചേർന്നിട്ട്. അങ്ങോട്ട് വന്നിക്കാന്ന് പറഞ്ഞപ്പോൾ അതായത് ചെറുക്കന്മാരൊക്കെ എന്താ അവിടെ കുളിക്കുന്നുണ്ട്. അതേ അവിടെ ഒരു കുളിക്കുന്നുണ്ട്. എന്താ വെള്ളം ആ കുരുത്തം കേട്ട ചെക്കന്മാർ പറഞ്ഞില്ലാന്ന് എന്നിട്ടാണെന്നുള്ളത്. കടലിൻ്റെ വക്കത്തേക്കാന്ന് പറയുകയാണെങ്കിൽ ഞാൻ 3/4 ടീഷർട്ടൊക്കെ എടുത്ത് വന്നിരുന്നു. പക്ഷേ എന്തോ ഒരു പ്രശ്നം. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി ഏരിയ കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ. വെള്ളം കണ്ടിട്ടാണെങ്കിൽ അതിനെക്കാട്ടി എന്താ വെള്ളം തെളിയുണ്ടില്ലേ. ഇവിടെ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പുറത്താണെങ്കിൽ കുറേ കണ്ടൽ കാടുകളാണത്. എന്തായാലും ഒരു വൈബ് സ്ഥലമായിരുന്നു. സംഭവം പാഹരി പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ കായ്ക്ക് എന്താ പറയുക കായില്ലാത്തൊരു ഇറച്ചിക്കന്നാരി ആയിപ്പത്. അത് ഞാൻ നോക്കിക്കാനേ യോഗമുള്ളൂ. എന്തായാലും അടിപൊളി വൈബ് സ്ഥലം. എന്തായാലും ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നേരാവട്ടാണ്. നേരാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ അപ്പുറത്ത് ആ വീടുണ്ട് കേട്ടോ. നമ്മളവിടെ വീട് ആ വേലിൻ്റെ അപ്പുറത്ത് വീടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ടേ അങ്ങനെ നിൽക്കുകയാണ്. നല്ല ചൂടട്ടോ, 50 ഡിഗ്രി ചൂടുണ്ട്. അവിടെ ആണെങ്കിൽ ഇരിക്കാനും നിൽക്കാനൊരു സ്ഥലമില്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഒരു കാറ്റുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഞാൻ നിന്നതാണ് കേട്ടോ. എന്തായാലും അടിപൊളി. മറ്റോനായിട്ട് സാധാരണ ഓനായിട്ട് ഓട്ടം പോകൊണ്ടാണ് നമ്മളെ ഡ്രൈവറെ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്തൊക്കെ വയ്യൊക്കെ കൊടുക്കുമ്പോഴൊക്കെ തെറ്റിയതുകൊണ്ട് പിന്നെ ഇതിനെ പോലെ നന്നായിട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ പോകണമെങ്കിൽ ഒരു 11:30 ആവും. കാരണം അപ്പുറത്ത് വേറെ പെൺകുട്ടികളും അവരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടൈം ആവും. അതുവരെ ഇവിടെ കട്ട പോസ്റ്റാണ്. നോക്കാം. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നൊരു കടയും കാണില്ല. എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ച് നോക്കട്ടെ കേട്ടോ. അമ്പനയും അള്ള പടച്ചു പാകപ്പെട്ടാൻ നമ്മ ഇവിടെ കയറി പോവാന് വീട്ടിൽ നിന്നുള്ള കാഴ്ച ഇതാട്ടോ നമ്മളെ വീട്. അപ്പുറത്ത് നൈസ് സ്ഥലമാണ്. അവിടെയൊക്കെ ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഉള്ളു വെറുതെ എന്ത് നമ്മൾ വെറുതെ കരിയിലാണ്. അവർ ആധാരം കുളിച്ചിട്ടുണ്ട്, നമുക്ക് അതിന് അതിനും പറ്റണില്ല. എന്തായാലും നമുക്ക് ഉള്ളിൽ പോട്ടോ. ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഒക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ പുറത്തിരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അവിടെയാണ് വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ കിച്ചണ്, പിന്നെ നമ്മളെ റൂം കേട്ടോ. റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവർമാർ വരുന്ന ആൾക്കാരൊക്കെ എടുക്കുന്ന റൂമാണ്. പുറത്ത് 2 ആൾക്ക് എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പുറത്തൊരു സ്പേസ് ഉണ്ട്, പുറത്തൊരു സ്പേസ് ഉണ്ട്. ഈ AC ഒക്കെ ഉണ്ടല്ലോ പുരാണ മോഡലാട്ടോ. ഏതോ ജമാൻ പഴയ മോഡൽ AC, മിത്സുബിഷിൻ്റെ AC. അതിൻ്റെ റിമോട്ടൊക്കെ ഉണ്ടില്ലേ, അന്നത്തെ കാലത്തെ AC കേട്ടോ. അതൊക്കെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും നമ്മളിനി പുറത്തിറങ്ങിയിട്ട് പള്ളീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയാൽ കേട്ടോ. പിന്നെ അവിടെ ഒരു പണിക്കാരനുണ്ട്, ഒരാളെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ എന്താ പറയുക വേറെ വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ വരുള്ളൂ. എൻ്റെ ഇങ്ങനെ ബോസ് അറബി ഇങ്ങനെ വന്ന് പോവും. അല്ലാതെ മൊത്തം ഫാമിലി ഒക്കെ വരൽ കൊല്ലത്തിൽ ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം വരുള്ളൂ. എന്താല്ലേ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടതാണ്. എന്തായാലും നമുക്കിങ്ങനെ പള്ളീൻ്റെ അടുത്തൊരു പള്ളിയും കടക്ക് ഉണ്ട് എന്ന് പറഞ്ഞ്
പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതാണ് നമ്മളെ മസ്രട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു കട കാണുന്നുണ്ട്, പള്ളിയും. അപ്പം അങ്ങോട്ട് ഇങ്ങനെ പോകട്ടോ. മണലുണ്ട്, മറ്റേ ഈ മണൽ കൂടി പോകുമ്പോൾ ഒരു പേടി, മറ്റേ പാമ്പുണ്ടാവും, മണലുള്ള പാമ്പ്. അപ്പം എന്തായാലും അങ്ങനെ നടന്നു നോക്കട്ടെ, പോയോക്കട്ടെ. കട ഇവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിലും നടന്ന് പോയിട്ട് സംഭവം വണ്ടി എടുത്ത് പോവാം. പക്ഷെ വണ്ടി എടുത്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് മറിഞ്ഞ് പോകണം. അപ്പോൾ എന്താ പറയുക, ഒരു 6 മിനിറ്റാണ് നടക്കാനുള്ളൂ പറഞ്ഞു. നടന്നു നോക്കട്ടെ, 6 മിനിറ്റ് അടക്കമുള്ളൂ. അത് ലെവലിൽ ക്രോസ് ചെയ്ത് പോകാൻ നോക്കട്ടെ. എന്തായാലും ചൂട് ഈ വൈകുന്നേരം ആയപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. എന്തായാലും അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്, കടി. ഇവിടെയൊക്കെ കമ്പി വേലയുണ്ട് കേട്ടോ, അതിർത്തി ഒന്നും ഇല്ലായിരിക്കും. ഉണ്ടല്ലേ, ഇതൊക്കെ കമ്പി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്, ആ വണ്ടി എടുത്ത് പോയാൽ പോരെ. എന്തായാലും പോയപ്പോൾ റോഡ് കാണുന്നുണ്ട് ഇവിടെ. അവിടെ ഒക്കെ തോന്നുന്നുണ്ട് ഒരു ഷാബിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് രണ്ട് റോഡാണെന്ന് തോന്നുന്നുണ്ട്. ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കട കിട്ടും. മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫോണിൽ ബാലൻസ് ഇല്ല. അപ്പോൾ കട കിട്ടി കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാലോ വെച്ചിട്ടാ. ഒന്നാമത് ഇവിടെ നെറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നെറ്റ് തൽക്കാലം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ, നമുക്ക് പോയേക്കാം. ഇതിനോടെ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണമൊന്നും കാണില്ല, കിച്ചണും കാര്യങ്ങളൊന്നും കാണില്ല. റൂമുണ്ട്, പക്ഷേ ആ കിച്ചണിലൊന്നും ഉണ്ടാക്കണമൊന്നും കാണില്ല. കിച്ചണും ഉണ്ട് കേട്ടോ, പക്ഷെ എന്താണ് അവിടെ ഫുഡ് കിട്ടുമെന്നുള്ള കാര്യം ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. എന്തായാലും ഇതിപ്പോൾ 6 മിനിറ്റ് പോയിട്ട് 10 മിനിറ്റ് നടന്നിട്ട് എത്തണില്ലല്ലോ. കാണുമ്പോൾ അടുത്തേന്ന് നടന്നിട്ട് എത്തണില്ല. എന്തായാലും ഇതായി റോട്ടുമെത്തി. റോഡ് ഇതിപ്പോൾ മറ്റേ പാട്ടാണ്, മറ്റേതാണ് ഓർമ്മ തന്നെ. ഏതാരോ പൃഥ്വിരാജിൻ്റെ പടം ഉണ്ടല്ലോ, ആടുജീവിതം. മണൽക്കൂടെയൊക്കെ നടന്നിട്ട് റോഡ് കിട്ടുന്ന രംഗമുണ്ടല്ലോ. പക്ഷെ അത്ര നടന്ന് വൈകിട്ടില്ല എന്നുള്ളൂ. നേരത്തിട്ടുണ്ടില്ലേ വെള്ളം കളിക്കണേ, നല്ല മിടിക്കുക. ഒരു ആളും മനുഷ്യനില്ല ഈ ഭാഗത്തൊന്നും. ഞാൻ തന്നെ ഉള്ളൂ തോന്നുന്നു. ഇതിപ്പോൾ 6 മിനിറ്റ് ആയിട്ട് ഇത് കുറേ നടക്കാണ്ട് ഇട്ടാ, കുറച്ചൊന്നല്ല. ഇനിയിപ്പോൾ അഥവാ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ടാക്സി വിളിച്ച് വരേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് ഒന്നാണെങ്കിൽ ടാക്സിയും കിട്ടൂല, അടാത്ത വരെ പണിക്കുന്നു. എന്തായാലും പോയാക്കട്ടാ. മര്യാദക്ക വണ്ടിയിട്ട് പോയാൽ മതി. എന്താണ്ട എപ്പോഴാണ്ട് എത്തിയിട്ടില്ല. നമ്മൾ കാണണ്ട, അതെ ആ നിൽക്കണതാണ് പള്ളി കട. പക്ഷെ അവിടെ എത്തണം. റോഡുണ്ട് കേട്ടോ, നല്ല റോഡ്, വിശാലമായ റോഡ്. നമ്മളുടെ ഉള്ളിലുള്ള റോഡാട്ടത്, അതിന് പോലും ഇത്ര വലിയ വിസ്തീർണമുള്ള റോഡിലെ. നാട്ടിലൊക്കെ നമ്മളെ ഇങ്ങനത്തെ റോഡിൽ കൂടെയൊക്കെ 2 ലിമിറ്റഡ് കിടന്ന് പോയും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്രയും വീതി ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. ഇതാണ്ട് എത്തണില്ലല്ലോ. അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ മടിയായത് വല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ കുറച്ചെടുത്തത്തിനമാര് തോന്നുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അതല്ലേ രസം. ഇപ്പോൾ വന്ന സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. ഏതപ്പോൾ മസറപ്പ് മാറിക്കരുമെന്നാവോ. മാഡത്തിനോട് ലൊക്കേഷൻ ഇട്ടാൻ പറയേണ്ടി വരും. മാഡം ലൊക്കേഷൻ ഇടാൻ പറയും. എന്നിട്ട് ആ ലൊക്കേഷനക്ക് പോകേണ്ടി വരും മിക്കവാറും. എന്തായാലും ഈ തടിയും വെച്ചിട്ട് നടക്കാൻ പറ്റുക. വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ശീലായിട്ട് അയർന്നൊരു കോലായിട്ടാ. അങ്ങനെ എന്തായാലും ഇവിടെ പായട്ടുണ്ട്. ബക്കാല വേറെ എന്തൊക്കെ ഷോപ്പുകൾ കാണുന്നുണ്ട്. ലോണ്ടറി ആയിരിക്കും. എന്തായാലും പോയാക്കട്ടെ. നമ്മൾ അവിടുന്ന് ഇവിടുന്നാട്ടോ വന്ന് റോഡ് ക്രോസ് ചെയ്ത് കട എത്തി. ഇത് കൂടെയാണ് മണൽ കൂടെയാണ് കടന്നു കഴിഞ്ഞാൽ സംഭവം എത്തി.
ഇനി അതല്ലെങ്കിൽ ഞാൻ നോക്കിയേക്കണം ഞാൻ ഇവിടെ പോകുന്നെന്നുള്ളതേ എൻ്റെ പണി വാളും. എൻ്റെ മോനെ നടന്നൊരു വയ്യായിട്ടാ. ഇവിടെയൊക്കെ വണ്ടി പോയ അടികളൊക്കെ കാണുന്നുണ്ട്. അടിയൊക്കെ നോക്കണം ഇടയ്ക്ക്. എന്തായാലും അടുത്തെത്തിയിട്ടുണ്ട്. നോക്കാം മിക്കവാറും പക്കാല മലയാളികൾ തന്നെ ആയിരിക്കും അല്ലേ? ഓ അവസാനം എത്തിയിട്ടാ പള്ളി. പിന്നതാ കടതാ ഇലക്ട്രോണിക്കിൻ്റെ ഒരു കട ഉണ്ട്, ബക്കാലുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. അയ്യോ വണ്ടിയിൽ ചെയ്യുന്നിട്ടാ റിസ്ക് എടുത്ത് ആകെ കുളിച്ച മാതിരി നല്ല ചൂടാട്ടോ. കടയിൽ കയറി ജ്യൂസ് വാങ്ങി ഒരു എന്താ പറയുക പപ്സാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ അടുത്തൊരു പിന്നെന്താ പറയുക റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷെ അതെന്താ വെച്ചാൽ വലിയൊരു എമൗണ്ടാണ് കൊടുക്കണം. അപ്പോൾ തൽക്കാലം വിശപ്പ് മാറ്റാനുള്ള സാധനം എടുത്തിട്ട് ഇങ്ങനെ പോന്നിട്ടാ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇത്രയും ഈ വന്ന ദൂരം രണ്ടര നടക്കണം. അതാണ് വലിയ ടാസ്ക്. അതിന് മുമ്പ് എവിടെയൊക്കെ ഇരുന്നിട്ടായിട്ട് കഴിക്കണം കേട്ടോ. ചെറുങ്ങനൊന്ന് പണി പാടി. ഞാൻ വരുമ്പോൾ നല്ല പകലേന്നല്ലോ. എവിടെയാണ് ആ കമ്പിവേലി എന്ന് മനസ്സിലാവില്ല. ഈ ആ കാണുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് എവിടെയാണ്. ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് നടന്ന് നോക്കേണ്ടിയിരുന്ന തോന്നുന്നു കേട്ടോ. അയ്യോ എന്തായാലും ആദ്യം ഭക്ഷണം ആയിക്കട്ടെ, എന്നിട്ട് ബാക്കി എന്ത് തീരുമാനം എടുക്കണുള്ളൂ. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ വളരെ അസ്വസ്ഥായി. പ്ലാസ്റ്റിക് അതേമാതിരി എടുത്തിട്ടുണ്ട്. എവിടെയെല്ലാം നമുക്ക് അവിടെ കച്ചറ ഡ്രം കാണാൻ അവിടെ ഇട്ടാ അവിടെയും ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫൈന്, രണ്ടാമത്തത് അത് അത്ര നല്ലൊരു ശീലമല്ലാണ്. എവിടെയെങ്കിലും നമുക്ക് നല്ല എന്താ പറയുക ഡ്രമ്മിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇടാം. അതൊന്നും മെയിൻ ടാസ്കല്ല. അപ്പോൾ ആ വേലി തിരഞ്ഞ് നടക്കണം. എവിടെയാണ് അങ്ങോട്ട് കടക്കാള്. അല്ലെങ്കിൽ എന്താ അറിയോ, അങ്ങനെ പിന്നെയും പോകണം. ഉണ്ടായി കൂടെ നടന്നു വരണം, കുറേ പണിയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ നമുക്ക്. എന്തായാലും ഫുഡ് കഴിച്ചത്ര തന്നെ പകുതി ആശ്വാസമായി. എന്തായാലും പെട്ടെന്നൊന്നും പുലി എല്ലാം ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ 7:45 ഈ കമ്പിവേലി വരുമ്പോണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ മൊബൈലിലേ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ പോവാട്ടോ. കമ്പിവേലി എവിടെയാണ് പോയാകട്ടെ. കമ്പിവേലി നോക്കി ഇങ്ങനെ പോകണം. കമ്പിവേലി ഉണ്ടായത് അവിടെ നിന്നോട്ട് എത്തോളം. കമ്പിവേലി പോയാ ഈ മക്കളെതാണ്ട് ഈ ചെറിയ ഗേറ്റാണ് ഉണ്ടായി. വലിയൊരു മതിലിന് ഈ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട കയറണം. ഇതെല്ലാം തള്ളിയിട്ട് എൻ്റെ പൊന്നെ അടികൂടെ താന്നിറങ്ങണം. നമ്മളിവിടെയൊക്കെ കയറിയതാ സംഭവം എത്തിയിട്ടുണ്ട്. അവിടെയാണ് റൂം ഇട്ടാ. എന്തായാലും ഇത് അടക്കട്ടെ. അയ്യോ പട്ടി ഞങ്ങൾ പോയാൽ കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ അതാ റൂമിലെത്തിയിട്ടാ. ഓ ശ്വാസം വലിച്ചു പോയി. എന്തായാലും നമ്മളെ വീട് റൂമെത്തതാ. അപ്പോൾ നാം ക്യാ ബാബുൽ ഭായ് ആണ്. ഏകദേശം എത്ര അറിയോ, 35 വർഷത്തോളം ഇവിടെ താമസിക്കുന്നുണ്ട്. 35 വർഷത്തോളം ഈ അറബിൻ്റെ അടുത്ത്. ഇപ്പോൾ എത്ര ശമ്പളം എന്നറിയോ? 1000 ദിർഹം. ഞാൻ ആകെ നെട്ടിപ്പോയി. അന്നും 1000 ആണല്ലോ, എപ്പോഴും 1000 ആണല്ലോ. 35 വർഷം മുമ്പൊക്കെ 1000 അയാൾക്ക് ശമ്പളം. 1000 തന്നെയാണല്ലോ എപ്പോഴും കൊടുക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അപ്പം നമുക്ക് അത്ര കിട്ടിയിട്ട് തന്നെ തികയണില്ല. അപ്പോൾ ആളെ മോളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് എൻജിനീയറിങ്ങിനൊക്കെ പഠിപ്പിച്ച് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞേ. എന്തെങ്ങനെ നമ്മളത് എന്തായാലും ഇവിടെ ഇങ്ങനെ വന്നിട്ട് മക്കളെ നിലത്ത് കണ്ടില്ലേ, നിലത്ത് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്നൊരു ടൈം ഔട്ട് പോകാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ആളോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ടാ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്താണ്. അപ്പോൾ ആള് ലീവിലാണ് സാധാരണ. അപ്പോൾ ഇവിടുത്തെ ആള് ലീവിന് നാട്ടിൽ പോയപ്പോൾ അറബി ഇങ്ങോട്ട് കൊടുക്കാന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ മക്കളെ നമുക്കൊരു പണി വന്നിട്ടാ. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തരണം. കുറേ സാധനങ്ങളൊക്കെ ഓർഡർ വന്നിട്ടുണ്ട്.
നമ്മൾ ഈ അറിയാത്ത സ്ഥലത്ത് വന്നിട്ടേ സാധനങ്ങൾ വാങ്ങിയപ്പോൾ താഴെ പ്രാന്താവട്ടെ. ഇവിടെ നിന്ന് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. എന്തായാലും നമുക്കൊന്നിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കട്ടാ. കുറച്ച് വെള്ളം വാങ്ങണം, കാര്യമായിട്ട് കുടിവെള്ളം. അങ്ങനെ നമുക്ക് എന്തായാലും ഇവിടെ യൂട്ടൺ അടിച്ചു കഴിഞ്ഞാലേ കുറേ ഓടിയിട്ടിട്ട് വന്നത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് തിരിച്ച് പോണത് ഇപ്പം അങ്ങനെ പാകം കൺഫ്യൂഷൻ ആയിക്കണം. അയ്യോ, ഈ ലൊക്കേഷൻ ഈ ആദ്യമായിട്ട് വരുന്ന ഈ ലൊക്കേഷനുകളൊക്കെ ഉണ്ടല്ലോ വലിയ സ്വീപ്പാണ്. കാരണം നമ്മൾ ഇതിലൊരു സാധനം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണതുണ്ടല്ലോ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരുപോലെ ഇരിക്കുന്ന റോഡുകൾ, ഒരുപോലെ ഇരിക്കുന്ന സ്ഥലം, ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്താണ് എന്തോ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇത് കയറി നോക്കട്ടെ വെള്ളം. ഇവിടെ പാർക്കിങ്ങിലിട്ടോ. ഇവിടെ ഫുള്ള് കടകളാണ് കേട്ടോ. ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. എന്താ ഫുള്ള് കടകളാണ്. വെള്ളം ഇപ്പോൾ മൊലാളിച്ചിൻ്റെ കാടിൽ നിന്നാണ് വാങ്ങാൻ പറഞ്ഞത്. അതിനിപ്പോൾ മൊലാളിച്ചിൻ്റെ ബാഗ് തുറക്കണം. എന്തായാലും കാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല 100 ഓട്ടൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട നമുക്ക്. എന്തായാലും സാധനം എടുത്ത് കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി എന്താ വിചാരിച്ചാൽ വെള്ളം ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ. നേരെ നമുക്ക് ഉള്ളിൽ പോവാം. സൂപ്പർ മാർക്കറ്റ് അങ്ങനെ വെള്ളം വാങ്ങി. ഇവിടുന്ന് എന്താ ടാസ്ക് എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോണതാണ് ടാസ്ക്. അങ്ങനെ ഞങ്ങൾ നമ്മളിവിടെ എത്തിയിട്ടാ. നമ്മളെ വീട്ടിൻ്റെ മുമ്പിലുള്ള നമ്മളെ പോർച്ചിലെത്തിയിട്ടുണ്ട്. ഏകദേശം ടൈം 11:45 12 മണിയായി. നല്ല പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങിയ ശേഷം 2-3 സ്ഥലത്ത് 2-3 ആൾക്കാർ ഡ്രോപ്പ് ചെയ്യണേന്ന് അവരൊക്കെ വിട്ടിട്ടാണ് നമ്മളെ പരിഗെത്തിയത് കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യൂലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.